ഹലോ ഗേസ് ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ എന്ന് പറയുന്നത് BGMA അല്ലാതെ തന്നെ ഒരുപാട് ഈ സ്പോർട്സ് ടൈറ്റിലുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിലൊരു വളർന്നു വരുന്ന ഈ സ്പോർട്സ് ഗെയിമാണ് പോക്കിമോൻ യുണൈറ്റ് എന്ന മൊബൈൽ ഗെയിം. ഇന്ത്യയിലെ ടോപ്പ് T1 ഓർഗുകളായുള്ള SA2 ഗോളിലേക്കൊക്കെ അവരുടെ പോക്കിമോൻ ലൈനപ്പ് ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്കൈ സ്പോർട്സ് അതിൽ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ മലയാളീസിന് വേണ്ടി മാത്രം ഇതാ ഒരു പോക്കിമോൻ യുണൈറ്റ് ടൂർണമെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മിത്ത് ഒഫീഷ്യൽസ് ആണ് ഈ ഒരു ഇവൻറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. മലയാളികൾക്ക് മാത്രം വേണ്ടിയിട്ടാണ്. 3000 രൂപ ഇതിൽ പ്രൈസ് പൂളും വരുന്നുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ ലിങ്ക് സ്റ്റോറി ആയിട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. BGMA അല്ലാതെ ഇതുപോലെ വേറെയും ഗെയിമുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി ഇതിലും ഒരു ഈ സ്പോർട്സ് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരെ ഇതിൽ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും എക്സ്പോഷറൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് അപ്തസ്റ്റ് സ്പോർട്സ് മൾട്ടിവേഴ്സ് സീരീസ് 3 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. സോളിൻ്റെ ആ ഒരു കൺസിസ്റ്റന്റ് ഡോമിനേഷൻ തന്നെയാണ് നമുക്ക് ഇന്നലെയും അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 2 ചിക്കൻ ഡിന്നറാണ് ഇന്നലെ അവർ സ്വന്തമാക്കിയത്. മാച്ച് 4 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും മാച്ച് 5 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും. അങ്ങനെ ഇന്നലെ 68 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് ടോട്ടൽ 124 പോയിന്റായിട്ട് ഒരു H1 പൊസിഷനിലെ ടീം നിൽക്കുന്നുണ്ട്. ഫൈനൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സോള് വേറെ ലെവലാന്ന് പറയാം. എപ്പോഴും ആ ഒരു പോഡിയം ഫിനിഷിങ് ടീം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അവർ H1 പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. സെക്കൻഡ് നിൽക്കുന്ന നമ്മളെ കാർണിവൽ ഗെയിമിംഗ് ആണ്. നല്ലൊരു കംബാക്ക് അയച്ചു വെച്ചു. 4ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് 97 പോയിന്റുമായിട്ട്. തേർഡ് ട്രോയ് തമിഴ്സ് നിൽക്കുന്നുണ്ട് 85 പോയിന്റുമായിട്ട്. നമ്മൾ മല്ലൂർഗുള്ള നോണെക്സ് 15ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 38 പോയിന്റുമായിട്ട്. ടോപ്പ് ഫ്രാഗലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എസ്പവർ തന്നെയാണ് ഇപ്പോഴും ആ ഒരു ടോപ്പിൽ തന്നെ നിൽക്കുന്ന 21 പോയിന്റായിട്ട്. സോളിൻ്റെ പ്ലേയേഴ്സൊക്കെ തൊട്ട് ബാക്ക് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും 2 ദിവസം ഇതിൻ്റെ ഫൈനൽസ് ഉണ്ട്. മേ ബി ഇനി 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഇവൻറ്റ് കാണാനായിട്ട് സാധിക്കുക. കാരണം അപ്തസ്റ്റ് സ്പോർട്സും സാംസങ്ങും കൂടിയും കണ്ടക്ട് ചെയ്യുന്ന ഒരു BGMA ലാൻ ഇവൻറ്റ് നാളെ ബാംഗ്ലൂരിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഇതിന് മുന്നേ നടന്ന സാംസങ്ങിൻ്റെ ഇതുപോലത്തെ ഇവൻറ്റിൽ നമ്മൾ സായിപ്പൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഏതൊക്കെ മലയാളി ക്രിയേറ്റേഴ്സാണ് ആ ഒരു BGMA ലാൻ കളിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. 23-ാം തീയതി നമുക്ക് ആ ഒരു ക്രിയേറ്റേഴ്സ് BGMA ലാൻ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിപ്സ് സോളിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് അനൗൺസ്മെന്റ് ഇല്ലായിരുന്നു, പക്ഷെ അത് അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തൊരു കാര്യമാണ്. സ്കിപ്സ് ബാക്ക് ടു ഹോം എന്ന് പറയും. ഇപ്പോൾ നടക്കുന്ന ടൂർണമെന്റുകളിലൊക്കെ നമ്മൾ ആദിയുടെ ഇൻസൈൻ്റെ ലൈനപ്പിന്റെ കൂടെ തന്നെയാണ് സ്കിപ്സ് കളിക്കുന്നത്. ആൾറെഡി ആദ്യം അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെയാണ് സോളിലേക്ക് പോയത്. ഇപ്പോൾ ബാക്ക് ടു ഹോം തിരിച്ച് വീണ്ടും ആ ഒരു പഴയ ടീമിലേക്ക് സ്കിപ്സ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ആ ഒരു ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, സ്കിപ്സ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമോ ഇല്ലെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രാഫ്റ്റൺ ഇന്ത്യ ഈ സ്പോർട്സ് റേസിംഗ് സ്റ്റാറിന് അണ്ടർഡോഗിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റേസിംഗ് സ്റ്റാർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഇവന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വളർന്നു വരുന്ന അണ്ടർഡോഗ് ഈ സ്പോർട്സ് പ്ലേയേഴ്സിനെ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ, മെയിനായിട്ട് അണ്ടർഡോഗ്സിനെ വളർത്തിക്കൊണ്ടുവരാനും അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ T1 ലെവലിലേക്കൊക്കെ അവരെത്തിക്കാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു റേസിംഗ് സ്റ്റാർ പ്രോഗ്രാം ക്രാഫ്റ്റണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നല്ലൊരു ഹെൽപ്ഫുൾ ആവുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഇവൻറ്റ്സുകൾ, ടൂർണമെൻറ്റ്സുകൾ, പാർട്ട്ണർ പ്രോഗ്രാമിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ചെറിയൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതിൽ 16 വയസ്സായിരിക്കണം. 16 മുകളിലുള്ളവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1000-ന് മുകളിൽ ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഏതിലെങ്കിലും ഒന്നിൽ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ നിങ്ങൾ റെഗുലറായിട്ട് BGMA കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെയാണെങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് BGMA കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ BGMAയുടെ ഒഫീഷ്യൽ ഇവൻറ്റ് 2 തവണയെങ്കിലും നിങ്ങൾ കളിച്ചിട്ട് 2 ഒഫീഷ്യൽ ഇവൻറ്റെങ്കിലും നിങ്ങൾ കളിച്ചിട്ടുണ്ടാകണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോം ക്രാഫ്റ്റൺ ഇന്ത്യ ഈ സ്പോർട്സിൻ്റെ വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്ത് അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഈ സ്പോർട്സ് പ്ലേയേഴ്സ് ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാം.
എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് കുറേ പേര് കമന്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്ലൈൻഡ് ഇ സ്പോർട്സിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ എന്താന്നുള്ളത്. നമ്മൾ ബ്ലൈൻഡ് ഇ സ്പോർട്സ് BGIS കളിക്കുന്നില്ല ഗൈസ്. BGIS നിന്നും ബ്ലൈൻഡ് ഇ സ്പോർട്സ് വിട്ടു നിൽക്കുകയാണ്. BGMAയിൽ ഇപ്പോൾ ലൈനപ്പോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ കറന്റ് എന്തായാലും ബ്ലൈൻഡ് ഇ സ്പോർട്സ് എടുക്കുന്നില്ല. ഇനി ഷട്ട് ഡൗൺ ചെയ്ത് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ല. കാരണം അവർ ആൾറെഡി അവരുടെ ഇൻഡസ് ബാറ്റിൽ റോയൽ ലൈനപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത മാസം അതിൻ്റെ ഒരു വലിയൊരു ലാൻ ഇവൻറ്റും നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡസിൽ എന്തായാലും ബ്ലൈൻഡ് ഇ സ്പോർട്സ് ഉണ്ട്. ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്ത് പോയിട്ടൊന്നുമില്ല കറന്റ്. അടുത്തൊരു ഇൻഫോ നമ്മളെ ബീഹാർ ഗവൺമെന്റിന് ശേഷം ഇതാ മഹാരാഷ്ട്ര ഗവൺമെന്റും അവരുടെ ഇ സ്പോർട്സ് ടൂർണമെന്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മറാത്ത ഇ സ്പോർട്സ് അസോസിയേഷൻ മഹാരാഷ്ട്ര ഇ സ്പോർട്സ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് 2025 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 7 ഇ സ്പോർട്സ് ഗെയിമുകളിലാണ് ഇവർ ടൂർണമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. വേറണ്ട്, റിയൽ ക്രിക്കറ്റ്, ഡോട്ട 2, അതേപോലെ തന്നെ നമ്മളെ ഇ ഫുട്ബോൾ തുടങ്ങിയുള്ള 7 ഗെയിമുകളിലാണ് ഇവർ ഇവന്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 17 ലാൻ ഫൈനൽസ് ആയിട്ടാണ് ഇവർ നടക്കുന്നത്. ഒരുപാട് ഗവൺമെന്റുകൾ ഇപ്പോൾ അല്ലെങ്കിൽ അസോസിയേഷൻ, ഓരോ സ്റ്റേറ്റ് അസോസിയേഷനൊക്കെ ഇതുപോലെ ടൂർണമെന്റ് നടത്തുന്നുണ്ട്. നമ്മളെ കേരളത്തിൽ ഇപ്പോഴും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാണാവോ കേരളത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരിക നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ഇൻഫോ, ഇന്നലെ നടന്ന രണ്ടാമത്തെ തേർഡ് പാർട്ടി ഇവന്റ് വണ്ണം ഒഫീഷ്യൽസ് കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ സെമി ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും ടീം സോളിന്റെ ആ ഒരു ടോപ്പ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. H1 പൊസിഷനിൽ ടീം നിൽക്കുന്നുണ്ട് 92 പോയിന്റോട്. സെക്കൻഡ് നമ്മളെ വൈൽഡ് ഫാങ്സ് നിൽക്കുന്നുണ്ട് 89 പോയിന്റോട്. തേർഡ് FS സ്പോർട്സിന്റെ ഒരു കംബാക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 11ാം സ്ഥാനത്തു നിന്നും 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 87 പോയിന്റോട്. 5ാം സ്ഥാനത്ത് കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 84 പോയിന്റുമായിട്ട്. 14ാം സ്ഥാനത്താണ് ഗോളിലേക്ക് ഫിനിഷ് ചെയ്തത് 65 പോയിന്റുമായിട്ട്. അങ്ങനെ 16 ടീമുകളിൽ നിന്നും ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. നമ്മളെ മല്ലൂർഗയുള്ള നോണെക്സിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. 20ാം സ്ഥാനത്താണ് നിൽക്കുന്ന 49 പോയിന്റായിട്ട്. ഒപ്പം തന്നെ ഫീനിക്സിനും സിൻസിനാറ്റി കിഡിനും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. ഇനി 16 ടീമുകൾ ഗ്രാൻഡ് ഫൈനൽസ് ഇന്ന് മുതൽ തന്നെ കളിക്കുന്നതായിരിക്കും. ഉച്ചയ്ക്ക് നമുക്ക് ഇതിൻ്റെ മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സെമി ഫൈനൽസിലെ ടോപ്പ് ഫ്രാഗർ നോക്കുകയാണെങ്കിൽ നമ്മളെ വൈൽഡ് ഫാങ്സിലെ ട്രേസ് ഗോഡാണ് 23 ഫിനിഷസുമായിട്ട് അവർ ടോപ്പ് ഫ്രാഗർ ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന അടിപൊളി ഒരു റൈസിംഗ് സ്റ്റാർ പ്ലെയർ. വേറെ ലെവൽ ഡോമിനേഷൻ ആണ് ഇപ്പോൾ നടക്കുന്ന ടൂർണമെൻറ്റുകളിലൊക്കെ ട്രേസ് ഗോഡിൻ്റെ വക നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് ചെയ്യുന്നവരെ ബൈ ഗൈസ്.